فحياتي قبل الحلقات تيه بضياع بشتاتي من دون نعيم الآيات نرتاد لنحفظها الحلقة في القلب مشاعر أخفيها قد أشرقت الشمس عليها. കുറെ കാലമായിട്ട് പഠിപ്പിക്കും. ചില കുട്ടികൾക്ക് എങ്ങനായാലും മനസ്സിലാവും. അവസാനം ഇവരെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് പിന്നെ ഈ കുട്ടികളെ പറ്റി LD ക്ലാസ്സുകളിൽ 2 കോഴ്സുകൾ ചെയ്തു. അത് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലത് റാഹത്ത് കിട്ടാതെ പിന്നെയാണ് ഫേസ്ബുക്കിൽ നമ്മളെ ലൈഫ് ക്രിയേറ്റിന്റെ പരസ്യം കാണുന്നത്. അപ്പോൾ ഒരു പരീക്ഷണം നിലനിൽക്ക് അതിൽ ചേർന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഒരു മാജിക് ആണ്, ഇത് വളരെ അത്ഭുതകരമായ ഒരു കോഴ്സാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറിട്ട് പോവാതെ ഞാൻ ഏറ്റവും കൂടുതൽ ദിവസം ഇനി വേറെന്താ ജോലിയുണ്ടെങ്കിലും ഒഴിവാക്കി ഇതിൽ തന്നെ ചേർന്നു അതിനു വേണ്ടി പരിശ്രമിച്ച് അൽഹംദുലില്ല ഇപ്പോൾ അങ്ങനത്തെ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ എനിക്ക് വളരെ കോൺഫിഡൻസ് ആയിട്ട് കഴിയും. പിന്നെ ഇതിനുള്ള സങ്കടം തന്നെ ഈ കോഴ്സ് തീർന്നു ഇനി ഒന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ കരുതി നിൽക്കുമ്പോഴാണ് വലിയ സന്തോഷം ഇതിന്റെ ഹൈ ലെവൽ വരേണ്ടത്. അത് തുടങ്ങുമ്പോൾ തന്നെ ഇപ്പൊ പിന്നെയും സന്തോഷം കൂടി. ഇതൊരു സങ്കടമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഈ കോഴ്സ് കഴിഞ്ഞു അത് നമ്മൾ കഴിഞ്ഞാൽ പിന്നെ പല രീതിയിൽ പല ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുമല്ലോ. അപ്പൊ ഇത് വേറിടാതെ ഈ കുടുംബം എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിന്റെ ഹയർ സ്റ്റഡി ഹയർ ലെവലില് ഇൻഷാല്ലാഹ് കോഴ്സ് തുടങ്ങുമ്പോൾ ഇരട്ടി മധുരായി ഇൻഷാല്ലാഹ് വേഗം തുടങ്ങാനും അത് പൂർത്തിയാക്കാനും അങ്ങനെ നമ്മള് സമൂഹത്തിനും നമുക്കും ഉപകാരം കിട്ടുന്ന രീതിയിൽ നമ്മളെ നല്ല ബോധന്മാരെ വാർത്തെടുക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ പഠിച്ചതൊക്കെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഡിസോർഡർ മാനേജ്മെന്റ് കേവലം ഒരു പേരിന് നാമമാത്രയായ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നതിനപ്പുറത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരുപാട് അനുഭവങ്ങൾ കൊണ്ടുവരാനും സർവോപരി സ്വന്തത്തെ തിരിച്ചറിയാനുമുള്ള ഒരു വലിയ അവസരമായിരുന്നു ഈ ഒരു നീണ്ട 10 മാസക്കാലം എന്നത് തന്നെയാണ് ഈ ഒരു കോഴ്സിന്റെ ഏറ്റവും വലിയ അനുഭവമായി ഇവിടെ പങ്കുവെക്കാനുള്ളത്. ഏതായിരുന്നാലും നമ്മെ കൈപ്പിടിച്ചു നടത്തിയ അഭിനയരായ ഉസ്താദിന് എല്ലാവിധ സ്നേഹവും നന്മയും നേരുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിനെയൊക്കെ കബൂൽ ചെയ്യട്ടെ. പ്രൊഫസർ, മറ്റു സഹപാഠികളെ, വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ കോവിഡ് കാലത്ത് കുറെ ഓൺലൈൻ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടു, പലതിലും വഞ്ചിക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ലൈഫ് ഗേറ്റിന്റെ ഒരു ഇത് കണ്ടത്. അപ്പോൾ അതിൽ ബന്ധപ്പെട്ടതാണ് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഞാൻ ഉസ്താദിലുള്ള പ്രധാനപ്പെട്ട 3 കഴിവുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ വിനയം. മറ്റത് അറിവിനോടുള്ള വലിയ ത്വര. എവിടെയാണെങ്കിലും ഏത് വിധത്തിലുള്ള അറിവുകളും സ്വായത്തമാക്കാൻ അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സ്, അത് നുകർന്ന അറിവുകൾ പകരാനുള്ള മനസ്സ്, അതിലൊട്ടും അദ്ദേഹത്തിന് പിശുക്കില്ല. പിന്നെ തന്റെ ശിഷ്യന്മാർ എപ്പോഴും ഉയർന്നു കാണണമെന്നുള്ള ഒരു ആഗ്രഹം. ഞാനൊക്കെ പൊതുവെ മടിയുണ്ട് എനിക്ക്. ഓൺലൈൻ ക്ലാസ്സുകളിൽ പലതിലും എനിക്ക് ചിലപ്പോൾ പലതിലും പങ്കെടുക്കാൻ കഴിയാറില്ല. അപ്പോ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അദ്ദേഹം എനിക്ക് വിളിച്ച് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എങ്ങനെയും നുള്ളിയും തലോടിയും ഒരു ഓൺലൈൻ ക്ലാസ് എത്രമാത്രം വിജയിപ്പിക്കണം എന്നുള്ള വലിയൊരു പാഠം അദ്ദേഹത്തിന് എനിക്ക് ലഭിച്ചു. ഈ ഇരിക്കുന്ന പല ഉസ്താദന്മാർ വളരെ അറിവുള്ളവരുണ്ട്. പക്ഷെ എനിക്ക് അത്രത്തോളം അറിവില്ലെങ്കിലും ഒട്ടേറെ അവസരങ്ങൾ അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. കോളേജിൽ നിന്ന് വിട്ടതിന് ശേഷം ഖത്തീബായിട്ടും 2 വർഷം മുദരിസായിട്ടും അതിനുശേഷം കോളേജിലും അധ്യാപനം നടത്താനും അതുപോലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ ക്ലാസ്സിലെയും ബാക്ക്വേർഡായ കുട്ടികളെ ഒരു 30-30 കുട്ടികളെ എന്നെ ഏൽപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും. അതിനുശേഷം 14 വർഷമായി ഗവൺമെന്റ് സർവീസിൽ അൽഹംദുലില്ലാഹ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിലെ കുട്ടികളെ അറിയുക എന്നത് ഇതിലൊക്കെ വലിയൊരു കാര്യമാണെന്ന് എനിക്ക് ഈ ക്ലാസ്സിലൂടെയാണ് മനസ്സിലായത്. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ADD ആയ ഒരു കുട്ടി
വളരെ പഠനത്തിൽ അയ്യപ്പാവും ഉള്ള കുട്ടി, ഒന്നും ആ കുട്ടിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഒന്നും അറിയില്ലാത്ത കുട്ടി ഒരു പ്രശ്നമില്ല, ഒതുങ്ങി കൂടുന്ന കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിയെ ഈ ക്ലാസ്സിന് ശേഷം എനിക്ക് നന്നായി വിന്നിങ് എക്സ്പീരിയൻസ് കൊടുത്തിട്ട് കുട്ടിയെ എടുത്തുകൊണ്ടാൻ കഴിഞ്ഞു. അതുപോലെ ഈ സ്കൂൾ പ്രവേശനോത്സവത്തിന് ഹെഡ് ടീച്ചർ തലേദിവസം പറഞ്ഞു, രക്ഷാകർതൃ വിദ്യാഭ്യാസം എന്ന ഒരു ടോപ്പിക്കിൽ ഒരു ക്ലാസ് എടുക്കുന്നു. തലേ ദിവസം വൈകുന്നേരം എന്നോട് പറയുന്നു, നാളെ 100 ക്ലാസ് എടുക്കുന്നു. ഞാനാണെങ്കിൽ പ്രത്യേകം പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ഇവിടുന്ന് കിട്ടിയ വളരെ വലിയ അറിവ്, ഒന്ന് നേരെ നോക്കി ഞാൻ ക്ലാസ് എടുത്തു. നിറഞ്ഞു നിൽക്കുന്നൊരു സദസ്സായിരുന്നു. എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ടു. മാത്രമല്ല, കുട്ടികളുടെ വ്യത്യസ്തമായ മൊഡാലിറ്റി, ലേണിംഗ് മൊഡാലിറ്റി എന്നുള്ളതാണ് ഞാൻ കൂടുതലായി പറഞ്ഞത്. അത് രക്ഷിതാക്കളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. എന്തായാലും ഒട്ടേറെ അവസരങ്ങൾ ഇനിയും എനിക്കുണ്ട്. ഈ അവസരങ്ങളിലൊക്കെ ഈ കിട്ടിയ അറിവുകൾ അത് വളരെ വലിയ നിധിയായി തന്നെ ഞാൻ കരുതുകയാണ്. എന്നോട് കൃത്യമായി പറഞ്ഞു തന്നു. അതിനടിസ്ഥാനത്തിൽ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഈ കോഴ്സിനെ കുറിച്ച് ഞാൻ ബന്ധപ്പെടുന്നതും ഇതിലേക്ക് ബന്ധപ്പെട്ടത് മുതൽക്ക് ഈ കോഴ്സിന്റെ ഓരോ കാര്യങ്ങളും ഏത് മേഖലയിലേക്ക് പറയുകയാണെങ്കിലും ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അതിലേക്കൊന്നും കിടക്കുന്നില്ല. എവിടെയും എനിക്ക് നോക്കിയാൽ അവിടെയൊക്കെ എനിക്ക് പുരോഗതി നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇനിയും ഒരുപാട് പുരോഗതികൾ നേടണം. ഇപ്പൊ നിലവിലെ കുടുംബജീവിതത്തിലാണെങ്കിലും അതുപോലെ വ്യക്തിത്വ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷനിലാണെങ്കിലും ഒന്നുകൂടി നമുക്കൊരു കാഴ്ചപ്പാടോടുകൂടെ അവരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഏതൊരു ഘട്ടത്തിലും നല്ലൊരു രീതിയിൽ അവരോട് പെരുമാറാൻ പരമാവധി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗിയായ രൂപത്തിലേക്ക്, ഇനി അതിൽ ഫാൾട്ട് വന്നാൽ എന്താണ് ഫാൾട്ട് പറ്റിയത്, അതെങ്ങനെ തിരുത്തണം എന്നുള്ളതിലേക്കും ഈ മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ അതിനും, അതുപോലെ തന്നെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുട്ടികളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഉണ്ടായ ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ വർഷം മദ്രസ നിർത്തിയപ്പോൾ അന്ന് 7ാം ക്ലാസ്സിലേക്ക് ജയിച്ച കുട്ടികളെ 2 ഉസ്താദുമാരാണ്, ആകെ 3 ഉസ്താദുമാര്. 2 ഉസ്താദുമാരും പറഞ്ഞു, ഒരു ഉസ്താദ് 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ചാണ് അവസ്ഥ ഏതൊരുമില്ല. 7ാം ക്ലാസ്സിലേക്ക് ഇനി എടുക്കാൻ നേരെയുള്ളത് കുറെ പ്രായമുള്ള എന്ന് പറഞ്ഞാൽ നല്ല പ്രായം, നല്ല ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഉസ്താദാണ്. ആ ഉസ്താദ് പറഞ്ഞു, ആ കുട്ടികളാണെങ്കിൽ എനിക്ക് ക്ലാസ് വേണ്ട എന്നുള്ളത് തുറന്നു പറഞ്ഞു. എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തോളാം. അതിന് ധൈര്യം കിട്ടിയത് ഈ കോഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ക്ലാസ്സിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത്രയും ക്ലാസ്സിൽ അടങ്ങിയിരിക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികളായിരുന്നു. അൽഹംദുലില്ലാഹ്. ഈ സമയം വരെ നമ്മൾ ഈ മദ്രസ പൂട്ടുന്ന ആ ഒരു സമയം വരെ ആ കുട്ടികൾ നല്ല രീതിയിൽ ക്ലാസ്സിനെ കുറിച്ച് മറ്റുള്ള സ്ഥാപനങ്ങളോട് ഞാൻ ചോദിക്കാറുണ്ട്, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ. നല്ല മാറ്റം വന്നിട്ടുണ്ട്. അവർ നല്ല അച്ചടക്കത്തിൽ തന്നെ ക്ലാസ്സിലിരുത്തുന്നുണ്ട്. ക്ലാസ് ശ്രദ്ധിക്കാനും മടിയെടുക്കാതെ തന്നെ അവർ നല്ല രീതിയിൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവരെ ബോധനം ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട്. അതിനൊക്കെ അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തുകൊണ്ടും വെളിച്ചം നുകരാൻ ഈ ക്ലാസ് കൊണ്ട്, ഈ നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ് കൊണ്ട് വലിയ ഉപകാരം ഉണ്ടായിട്ടുണ്ട്. അതിനു വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ബഹുമാനപ്പെട്ട ആത്മാർത്ഥമായി പ്രയത്നിച്ച ബഹുമാനപ്പെട്ട അബ്ബാസ്താദിന് എല്ലാവിധ നന്ദിയും ദുആവും കടപ്പാടുകളും അറിയിച്ചുകൊണ്ട്, അതുപോലെ എന്റെ സുദീഖ്മാരും എല്ലാവർക്കും എല്ലാവിധ നന്ദിയും. ഈ 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലും ലാസ്റ്റിലുമായി ജനിച്ച് 21ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ആദ്യത്തിലുമായി പഠനം നടത്തി 21ാം നൂറ്റാണ്ടിൽ ജനിച്ച് 21ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് സമൂഹത്തിനെ നയിക്കാനുള്ള വിദ്യാർത്ഥികളെ എങ്ങനെ പഠിപ്പിക്കണമെന്ന വലിയ തത്വങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഉസ്താദുകൾക്ക് എങ്ങനെയാണ് നന്ദി അറിയിക്കേണ്ടതെന്ന് അറിയില്ല. ഇൻഷാ അല്ലാഹ് എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും ഉസ്താദുണ്ടാകും എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. അധ്യാപകൻ വഴികാട്ടിയാവണോ വഴികാട്ടിയായ അധ്യാപകനെ വഴികാട്ടിയാക്കാം എന്നൊരാലോചനയെന്ന് ഈ സംഗതിയായത്. പലരോടും നമ്മളത് പറയുമ്പോ നടക്കൂലട്ടോ.
ഈ കുട്ടികളോടോ എന്നോടാവാം അയക്കാവുന്ന എന്താ വെച്ചാൽ അടിക്കുക. നമ്മൾ പോയി കാണിച്ചു കൊടുത്തു നിശബ്ദമായിരിക്കുന്നവരാണ്. നമ്മൾ കാണിച്ചു കൊടുത്തു. പിന്നെ ഏത് പൊട്ടിത്തെറിച്ച കുട്ടിയും പൊട്ടിത്തെറിപ്പ് മാറ്റിയിട്ട് മാന്യനാകുന്നത് കാണിച്ചു കൊടുക്കാൻ. അതിന് പ്രധാനമായ കാരണം ഈ കോഴ്സാണ്, അത്ഭുതമാണ്. മറ്റൊരു കാര്യം ആവർത്തിച്ച് പറയാനുള്ളത് വെച്ചാൽ ആയുധ കൗമി ഹാദിമുഖം അത് വല്ലാതെ അനുഭവിച്ചു. ഇന്നലെ അവിടെ ഈ ക്യാമ്പ് നടക്കുമ്പോൾ ഇതിന്റെ ഈ ക്യാമ്പിന്റെ സംഘാടകരാണ് ലഭ്യത്ത് അതിന്റെ മോലാലാണ് ഉസ്താദ്. അങ്ങനെയാണല്ലോ 32 ആളെന്നിട്ട് ഒരു ഭയ പുറത്തുകൊണ്ടുള്ളവർക്ക് സത്യത്തില് എന്തിനോടും ഇറങ്ങിച്ചേരാനും കൂടെയുള്ളവരുടെ കൂടെ നിന്ന് കൈ പിടിച്ചുയർത്താനുള്ള വല്ലാത്ത മനസ്സ് ഒരു സംഭവം. ആ മനസ്സുള്ളാവട്ടെ. അതിന്റെ ഫലം കൊണ്ട് അള്ളാഹു എല്ലാ വിഷയത്തിലും പറക്കത്തുമാറാവട്ടെ. വൈദ്യമായി എനിക്ക് തന്നെ പലപ്പോഴും എന്നെ വിളിച്ച് ഇന്ന വിഷയം ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ആക്കണം. ഹെയർ സ്റ്റൈല്, താടി, മുടി, വസ്ത്രം ഒക്കെ എല്ലാ വിഷയങ്ങളിലും ശ്രദ്ധിക്കുന്നു അർത്ഥം. അപ്പൊ ഓമ്മയുടെ കാര്യമൊന്നുമില്ല, എന്താ ചെയ്യക്കൂടെ വീസൊന്നും നോക്കിയാൽ മതിയല്ലോ. അങ്ങനല്ല, അങ്ങനെ ആയില്ല. അപ്പൊ എല്ലാ വിഷയങ്ങളും ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഹഠാത് ആകർഷിച്ചു എന്നൊക്കെ പറയുന്ന മലയാളത്തിൽ സംഗതി അതാണ്. കാരണം ഓരോ മൈന്യൂട്ടായ പോയിന്റുകൾ ശ്രദ്ധിക്കുകയും അത് പറഞ്ഞാൽ എന്താ വിചാരിക്കാച്ച നമ്മൾ പറയാറില്ല. സുസ്ഥാന വിഷയമല്ല, പറയാതെ പറയും. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, പിന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല, ശ്രദ്ധിതനായിട്ട് എങ്ങനെയാവും എന്ന് കൃത്യമായി പറഞ്ഞ് റൂട്ട് കാണിക്കുകയും വഴികാട്ടിയായി കൂടെ നിൽക്കുകയും ചെയ്തു എന്നതും ഈ പരീക്ഷ ഒരിക്കലും എഴുതാൻ ആഗ്രഹിക്കാത്ത ആളായിരുന്നു. നോക്കാണ് അത് അങ്ങനെയാണ് ചേരനെന്ന് പറയാണ്ട് ഇത് എഴുതാതെ നിന്ന സാഹചര്യം. അവസാനത്തെ തള്ളല് എന്തായാലും നിങ്ങൾ എഴുതുന്ന ആ തള്ളലാണ്ട് വീണ്ടും എഴുതാം. അൽഹംദുലില്ലാ ഇന്ന് സർട്ടിഫിക്കറ്റ് വെക്കാൻ അവസരം കിട്ടി. അതും പിന്നെ പ്രത്യേകതയാണ്. മാറി നിൽക്കുന്നതിനെ കൂടെ നിർത്താനും അങ്ങനെയാണല്ലോ. ഇത്രയും പേര് തെറ്റുകൾ കാണാം. ജയ്ദുൽ ഖൈൽ എന്ന് പറയുന്നത് കടന്നു വരുന്നു. കുതിരക്കാരൻ ചെയ്യുന്നതിന്റെ അർത്ഥം. ചില വിധങ്ങൾ അടുത്തേക്ക് വന്നിട്ട് ചിലർ പറഞ്ഞു, നമ്മൾ ജയ്ദുൽ ഖൈർ കടന്നു വരുന്നു. ഒരക്ഷരം മാറിയ ഭയങ്കര സന്തോഷമായി. കാരണം ജീവിതത്തിൽ അയാൾ ആദ്യമായിട്ടാണ് നല്ലത് ചെയ്തെന്ന് പറഞ്ഞത്. അവിടെ ഇരുത്തി ചെറുതിൽ ആദരിച്ചപ്പോഴേക്ക് തിരിച്ചു പോയാൽ ഇതേ മെമ്പർഷിപ്പ് എടുത്ത് മുസ്ലിമായ നഷ്ടം. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു അക്ഷരം കൊണ്ട് പലരും തെറിച്ച് കൂട്ടാണ്ടാവുക. അത് മാറാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നു. സ്ഥാപനം എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്തു. സഹായം അൽഹംദുലില്ലാഹ്. വളരെയധികം സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. അധ്യാപന മേഖലയിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് നമ്മൾ ദീർഘകാലം പഠിച്ചെടുത്ത ഇൽമുകൾ കുട്ടികളിലേക്കും മറ്റുള്ള ജനങ്ങളിലേക്കും എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയുടെ പരിപൂർണമായ രൂപങ്ങൾ നമ്മൾ തേടുന്നത്. അതിന് വ്യത്യസ്തമായ വഴികൾ സ്വീകരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഒരു കോഴ്സ് എന്നതിലുപരി നമ്മുടെ ജീവിതത്തെയും നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിലെയും എത്രത്തോളം നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള ഒരു ഉണർവ് നൽകിയ കോഴ്സാണ് നമ്മളിപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അധ്യാപകനാവുമ്പോൾ എങ്ങനെയായിരിക്കണം, എങ്ങനെ ആകരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് ഈ കോഴ്സിലൂടെ ലഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒട്ടനവധി കഴിവുകളെ പുറത്തെടുക്കേണ്ട അനിവാര്യമായ കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. സാധാരണ നമ്മൾ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അധിക പേരും അവരെ പഠിച്ച ഒരു മേഖലയിൽ തന്നെ ഒതുങ്ങിക്കൂടി അതുവഴി കാലം കഴിച്ചു പോകുന്ന ഒരു സ്വഭാവം ഉള്ള ആളുകളാണ് അധിക പേര്. എന്നാൽ
കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആയിട്ടില്ല എങ്കിൽ നമ്മൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ആളുകൾ പുറന്തള്ളുമെന്നുള്ള കൃത്യമായ മെസ്സേജ് നമുക്ക് നൽകിയത് നമ്മുടെ സ്ഥാപനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു ദഅവത്ത് ലക്ഷ്യമാക്കിയിട്ടാണ് നമുക്ക് ഇത്തരം ഒരു സൗകര്യം ഒരുക്കി തന്നത്. ഇനിയും ഒരുപാട് പേർക്ക് അതിന് അവസരങ്ങൾ ഒരുക്കാൻ അല്ലാഹു ഉസ്താദ് അവർക്കും നമ്മുടെ സ്ഥാപനത്തിനുമൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഈ മേഖലയിൽ വിശിഷ്ടാതിഥികളെ, ലാൽ സാർ അടക്കമുള്ള ഈ സ്ഥാപനത്തിലെ കമ്മിറ്റികൾ, സഹപാഠികളെ, നമ്മൾ അനുഭവം പറയുമ്പോൾ മഹലാണെങ്കിലും മദ്രസയാണെങ്കിലും ഒക്കെ നല്ല ഒരു അനുഭവം ഒരുപാട് പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിച്വൽ ഒരുപാട് മാറ്റങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഉസ്താദിന്റെ ഇടപെടലുകൾ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ തന്നെ വലിയ സമാധാനവും സന്തോഷവും എന്തെന്ന് ഇല്ല. ഉസ്താദോടെ പലപ്പോഴും വ്യക്തിപരമായിട്ട് തന്നെ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷമാണ്. ഉസ്താദ് പറഞ്ഞ മാതിരി ബാക്ക്വേർഡായ കുട്ടികളെ, നല്ല കഴിവുള്ള കുട്ടികളെ കാണുമ്പോൾ അവരൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അവരോട് നല്ല ഇടപഴകാനും ഇവിടെ മഹലാണെങ്കിലും അതുപോലെ മദ്രസയാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും വ്യക്തിജീവിതത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ബഹുമാന സ്ഥാപനങ്ങൾക്ക് എല്ലാവരും നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇൻഷാല്ലാഹ് ഇനി തുടർന്ന് അപ്ഡേഷൻ ഉണ്ടാവേണ്ടതുണ്ട്. നമുക്കൊക്കെ ഉയർച്ചയിലെത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ആദ്യമേ ട്രെയിനിങ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് ഇങ്ങനെ കോഴ്സിന്റെ പരസ്യം കണ്ടപ്പോൾ എൻ്റെ ട്രെയിനിങ് കരിയർ ഒന്നുകൂടെ ഉയർത്തുക എന്നൊരു ലക്ഷ്യം വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ കോഴ്സിലേക്ക് വന്നത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇതൊരു കോഴ്സ് എന്നതിലുപരി വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന വിവിധ സ്വഭാവങ്ങളുള്ള വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ മുഴുവൻ ഒരു മുത്തുമായിൽ കോർത്ത മണികളെ പോലെ കോർത്തിണക്കുന്ന അതിമനോഹരമായ ഒരു കുടുംബം പോലെയാക്കി മാറ്റിയതിന് പിന്നിൽ ഉസ്താദിന്റെ കഴിവിനെ പ്രശംസിക്കാതെ വയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ആ കഴിവിൽ അല്ലാഹു ബറക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ഏതായാലും വളരെ മനോഹരമായ ഒരു 10 മാസമാണ് കഴിഞ്ഞു പോയത്. തുടർന്നും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഓൺലൈനിലും ഓഫ്ലൈനിലും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ പൊതുവെ ഒരു മടിയുള്ള ആളാണ്. ആ മടി ഒരുപാട് കുറയാൻ ഈ ക്ലാസ്സുകൾ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ മടി പൂർണ്ണമായി പോയിട്ടൊന്നുമില്ല, കുറയാൻ ഒരുപാട് കാരണമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അധ്യാപന രംഗത്തും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ റമദാൻ മുതൽ ഒരു 2 മാസം എന്റെ മദ്രസയിലെ 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ കൂടെ ഇരുത്തിയിട്ട് ആ കുട്ടി ഇപ്പോൾ ഭംഗിയായിട്ട് അൽഹംദുലില്ലാ ഖുർആൻ അവസാനത്തെ ബാങ്കിൽ ഓതും. നോക്കിയിട്ട് ഒരു തരി പോലും ഓതാൻ അറിയാത്തൊരു കുട്ടിയായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത രൂപത്തിൽ ആ കുട്ടി ഓതാൻ കഴിയും. ഇന്നലെ പോലും ആ കുട്ടിയുടെ ഉമ്മ എനിക്ക് കുട്ടികളുടെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചിരുന്നു. അത്രയും നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് കുട്ടികളുടെ ജീവിതത്തിൽ അവർക്ക് മനസ്സിലാവുന്ന ക്ലാസ് എടുത്തു കൊടുക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. അതിനൊക്കെ നമ്മുടെ ഉസ്താദിനോടും ഈ സ്ഥാപനത്തോടും പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടും എല്ലാം കടപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും നമുക്ക് കൂടുതൽ ഉയരങ്ങൾ കൈവരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ബഹുമാന്യരായ അബ്ബാസ് ഉസ്താദ്, മറ്റു ഉസ്താദുമാരെ, നമ്മൾ 10 മാസം നീണ്ടുനിന്ന ഈ ഒരുമിച്ചുള്ള യാത്ര നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 1998 മദ്രസ അധ്യാപനം ആരംഭിച്ചത് മുതലേ മനസ്സിലെപ്പോഴുമുള്ള ടെൻഷനാണ്. ഉസ്താദുമാരെ ഏറ്റവും നന്നായി സഹായിക്കുന്ന, സ്നേഹിക്കുന്ന കുറെ വിദ്യാർത്ഥികൾ പഠനത്തിൽ വളരെ പിന്നോക്കമായിരിക്കും. അതിന് നമ്മുടേതായ രീതിയിൽ നമുക്കന്ന് തോന്നിയ ചില ഐഡിയകളൊക്കെ ഉപയോഗിച്ച് ചില കുട്ടികളൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ അന്ന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ LD കോഴ്സ് ഉണ്ട് എന്നൊന്നും എനിക്ക് വലിയൊരു ധാരണയില്ലായിരുന്നു. ഇത് സംബന്ധമായ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും
ഇങ്ങനെ ഒരു കോഴ്സായിട്ട് പഠിപ്പിക്കുന്നത് ഞാൻ യാദൃശികമായിട്ട് നമ്മുടെ യാസുർ ഉസ്താദിന്റെ സ്റ്റാറ്റസിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇത് വിളിച്ചപ്പോൾ ഓൺലൈനിൽ എന്തെല്ലാം കോഴ്സുകൾ നടക്കുന്നുണ്ട്. കൊറോണ വന്നതോടുകൂടെ ഒട്ടനവധി കോഴ്സുകൾ, അതുപോലെ കോഴ്സ് എന്ന ധാരണയിലായിരുന്നു തുടക്കത്തിൽ ചേർന്നത്. എങ്കിലും ഈ വിഷയത്തിനോടുള്ള താല്പര്യം കൊണ്ട് അതിൽ ചേർന്നപ്പോൾ മനസ്സിലായത് ഒരു LD മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇതില് ഒരുപാട് അനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ 2 ആഴ്ച മുമ്പ് ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മദ്രസയിൽ ചെന്നപ്പോ ചായ കൊണ്ടു വരാനും ഓരോ കാര്യങ്ങൾക്കും നമ്മൾ സേവനം ചെയ്ത് നമ്മുടെ പിന്നാലെ വിട്ടുപിരിയാതെ നടക്കുന്ന വിദ്യാർത്ഥി 2 ദിവസം ഞാനവിടെ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അവധി ദിവസം നടത്തിയതുകൊണ്ട് അങ്ങനെയായത്. അങ്ങനെ ആ കുട്ടി ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ ഖുർആൻ ഓതിച്ചപ്പോ അടുത്ത 2 കുട്ടികളുടെ കഴിഞ്ഞ് 3ാമത്തെ കുട്ടിയാണ് ഈ കുട്ടികൾ. ആ കുട്ടി ഓതിച്ചപ്പോ ഉസ്താദ് എനിക്ക് ഓതാൻ കഴിയില്ല. വളരെ വിനീതനായിട്ട് കുട്ടി എഴുന്നേറ്റെന്ന് പറഞ്ഞു. അപ്പൊ ഫാത്തിഹ ഓതിയാൽ മതി എന്നാണ്. അപ്പൊ ഫാത്തിഹ ഓതി. അപ്പൊ ഫാത്തിഹ ഓതെന്ന് എനിക്ക് മനസ്സിലായി, കുട്ടി കേട്ട് പഠിക്കാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലായി. നമ്മുടെ ഈ കോഴ്സുകൊണ്ട് കിട്ടിയ ഒരു നേട്ടം അതാണ്. അപ്പൊ കുട്ടിയെ ഫാത്തിഹ ഓതിച്ചു. അതിനുശേഷം അപ്പൊ വേറെ കുട്ടികൾ അതിന്റെ അടിയിൽ പറയുന്നത് ഓതാൻ കിട്ടില്ല എന്നൊക്കെ വേക്കുന്ന കുട്ടികൾ പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ അവരെ കാണാതെ കിട്ടാൻ സാധ്യത ഒരുപാട് ദിക്റുകളും അതുപോലെ വജ്ജഹത്ത് തോന്നിപ്പിച്ചു. അപ്പൊ ഇതിലൊക്കെ ഓനാണ് ബെസ്റ്റായത്. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടോ പ്രത്യേകിച്ച്. അങ്ങനെയൊക്കെ കഴിഞ്ഞ് കുട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഉസ്താദെ ഇന്ന് എന്തുകൂടെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. ഉസ്താദിനോട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. കാരണം ആദ്യമായിട്ടാണ് ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് ഇട്ടത്. അപ്പൊ അങ്ങനെ ഒരു അനുഭവം, ഇതുപോലെ നൂറുകണക്കിന് അനുഭവങ്ങൾ 10 മാസങ്ങൾക്കിടയിലുണ്ട്. ഈ നമ്മളെ ഫോർഗിയസ് തെറാപ്പി, അത് വലിയ എനിക്ക് പഠിക്കുന്ന കാലത്ത് നിന്ന് മനസ്സിൽ വളരെ ദേഷ്യം ഒരാളുണ്ട്. കാരണം ദിവസത്തിന് ചായ കുടിക്കാൻ പോകുമ്പോൾ അയാളിങ്ങനെ പരിഹസിക്കും. അറിയുന്നത് അയാളെ പരിഹാസം കൊണ്ട് പലപ്പോഴും ഞാൻ ചായ കുടിക്കാൻ പോകണ്ടെന്ന് വിചാരിക്കലും പോകാതിരുന്നിട്ടുണ്ട്. അത്ര പരിഹസിക്കുന്ന നമുക്ക് ആ പ്രായത്തിൽ സഹിക്കാൻ കഴിയാത്തൊരു കാര്യം പറഞ്ഞിട്ട്. അങ്ങനെ 25 വർഷങ്ങൾ 30 വർഷങ്ങൾക്ക് മുമ്പാണ് അതിനെ പോകുന്ന സമയം ആ ഭാഗത്തേക്ക് പോകുമ്പോഴൊക്കെ ആ സ്ഥലം കാണുമ്പോൾ അയാൾക്ക് വെച്ചുപോയിട്ടുണ്ടാവും. ആ പീഡിയ പൊളിച്ചു വരുപ്പെടുത്താണ്. അപ്പൊ അവിടെ എത്തുമ്പോഴേക്ക് ആ ദേഷ്യം മനസ്സിലേക്ക് കൊണ്ടുവരും. അതെങ്ങനെയായാലും പോകുന്നു. അങ്ങനെ നമ്മളെ ഈ ഉസ്താദ് പരിശീലിപ്പിച്ച ഈ തെറാപ്പി ചെയ്ത ആൾ പലപ്പോഴും മനസ്സിൽ കൊണ്ടുവന്ന് പൊരുത്തപ്പെട്ട് കൊടുത്ത് ആൾ ക്ഷമിച്ച് ഇപ്പോ വീണ്ടും അതിനുശേഷം 2 പ്രാവശ്യം ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പ്രശ്നം വരുന്നില്ല. അപ്പൊ അതൊക്കെ വ്യക്തമായിട്ട് പ്രസ്തുതായ ജീവിതത്തിൽ വന്നൊരു കാര്യമാണ്. അതായത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കുറെ ആളുകളെ നമ്മുടെ മനസ്സിൽ നിന്ന് ദേഷ്യം ഒഴിവാക്കാൻ പറ്റി. നമ്മൾ ഫ്രീ ആകുന്നുണ്ട്. അൽഹംദുലില്ലാ. നമ്മുടെ ജീവിതത്തിൽ ഈ കോഴ്സ് ഒരു 10, 15, 20 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനത്തെ ഒരു കോഴ്സ് ചേരാൻ പറ്റിയിരുന്നെങ്കിൽ പണ്ട് ഇമാമികളൊക്കെ ചില കിതാബുകളെ പറ്റിയിട്ട് ഈ ഇൻഡെക്സിനെ പറ്റി പറഞ്ഞ വാക്കുകളുണ്ട്. അതുപോലെ ഈ കോഴ്സിൽ 10, 15 വർഷങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു. നിങ്ങളങ്ങനെ ചിന്തിക്കാൻ പാടില്ലെങ്കിലും അല്ലാഹു തആല ഇനി പല ആളുകൾക്കും ഈ വഴി കാണിച്ചു കൊടുക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഈ യാത്രയിൽ ഒരുപാട് ഏതെല്ലാം നിലക്കാണ് ഉസ്താദിൽ നമ്മളെക്കാൾ കൂടുതൽ ഇതിൽ താല്പര്യമെടുത്ത് ഓരോ വ്യക്തിപരമായി വോയിസ് അയച്ച് നിങ്ങൾ ആ പ്രസംഗിനായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്, മറ്റൊരുത്തിന്റെ കുറവുണ്ട് എന്നൊക്കെ ഓരോ സമയങ്ങളിലും എങ്ങനെ ആൾക്ക് സാധിക്കുന്നു എന്നൊക്കെ സംശയിച്ചു പോകാറുണ്ട്. അപ്പൊ ആ നിലക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്ന നമ്മുടെ ചിന്താഗതികളൊക്കെ മാറ്റം വരുത്തിയ ബഹുമാനപ്പെട്ട ഉസ്താദിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അല്ലാഹു തആല ഇനിയും ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ സമാധാനം നൽകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ ഈ യാത്രയിൽ നമ്മുടെ കൂടെയുള്ള എല്ലാ സ്വദീഖുകളും ഓരോ ആളുകളും വളരെ പ്രധാനപ്പെട്ടവരാണ്. നമ്മളെ സമദ് ഉസ്താദ്, ഹുദവി, അതുപോലെ രസികന്മാരായ ആളുകളെ, അതുപോലെ നമുക്ക് സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്ന നോട്ട് തരുന്ന ബഹുമാനപ്പെട്ട അൻസാർ ഉസ്താദ്, നമ്മളെ ബഹുമാനപ്പെട്ട സൈദി ഉസ്താദ്, ഇങ്ങനെ ഓരോരുത്തരും ഇതിനെ നമുക്ക് പ്രിയപ്പെട്ടവരാണ്. എല്ലാവരെയും ഓർമ്മിക്കുന്നു, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമുക്ക് ഇതിന് അവസരം നൽകിയ നമ്മുടെ സ്ഥാപനത്തിനും അതിന്റെ ആളുകൾക്കും പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. അല്ലാഹു തആല എല്ലാവർക്കും 2 ലോകത്ത് സന്തോഷം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ധന്യമായ നിമിഷത്തിൽ ലൈഫ് ഗൈഡ് ഗ്ലോബൽ അക്കാദമി നമുക്ക് നൽകിയ ഈ കോഴ്സ് അത് ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് മാത്രമായിരുന്നില്ല. ഒരു വിശാലമായ ലോകത്തേക്ക് നമ്മെ
നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിയെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക്, ആ ഒരു രൂപത്തിലേക്കായിരുന്നു ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് നമുക്ക് നൽകിയ ഓരോ നിമിഷത്തിലും നമുക്ക് നൽകിയത്. നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ പ്രതിസന്ധിയെയും പ്രയാസത്തിലും നമ്മോടൊപ്പം നമ്മളെപ്പോലെ നിന്ന് നമ്മളെ പഠിപ്പിക്കുകയും ജീവിതത്തിലൂടെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ പകരുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്, ഇത് എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് ഈ കോഴ്സ് എന്നെ വിധേയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പെടുത്തി ഇതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദിനും അതുപോലെ തന്നെ ഗ്ലോബൽ അക്കാദമിക്കും പ്രത്യേകം നന്ദിയും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യമായിട്ട് ക്ലാസ്സിൽ ചെന്ന ഒരു 3-4 മാസങ്ങളിൽ മുന്നിലിരുന്ന കുട്ടികൾ സഹപ്രവർത്തകരായിട്ടുള്ള അധ്യാപകരെ കുറിച്ച് ഞാൻ കുറ്റം പറയും. ആ ഉസ്താദ് അങ്ങനെയാണ്, ഉസ്താദ് ഇങ്ങനെയാണ് പറയുന്നത്. ആ സമയത്ത് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മളും ആ രൂപത്തിലേക്കാകുമോ എന്ന ചിന്ത വന്നു. കുട്ടികളോട് നല്ല നിലയിൽ ഇടപെടാൻ തുടങ്ങി. എങ്കിലും ഇടപെടലുകൾ സന്തോഷത്തിലാണെങ്കിലും പഠനത്തിൽ പിന്നോട്ട് മാറി നിൽക്കുന്ന അവസരം വന്നപ്പോൾ ഒരുപാട് വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഉസ്താദന്മാരെ ബന്ധപ്പെട്ട് അവരുടെ എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ മനസ്സിലാക്കി ആ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടും ഒരു മാറ്റം വരാതിരുന്ന സമയത്ത് പലപ്പോഴും ഇത്തരത്തിലുള്ള കോഴ്സുകളെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. ആ സമയത്താണ് യാസർ ഉസ്താദിൻ്റെ സ്റ്റാറ്റസ് കാണുന്നത്. അതിൽ വിളിച്ചു, അവർ ഈ കോഴ്സിൽ ചേർത്തു. ഈ കോഴ്സിൽ ചേർന്നതിന് ശേഷം നമ്മെ അറിഞ്ഞ് നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടതെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കാനും നമ്മുടെ മുമ്പിലുള്ള ഓരോ കുട്ടിയെയും മനസ്സിലാക്കി ആ കുട്ടിക്ക് എങ്ങനെ പഠിപ്പിച്ചാലാണ് മനസ്സിലാകുന്നത് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള ഒരു ചികിത്സ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പഠന മാർഗം അവരിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ മദ്രസയിൽ സാധാരണ ഒരു കുട്ടി വളരെ മോശമായ നിലയിൽ, സാധാരണ ഹെയർ കട്ടിങ് വളരെ മോശമായ നിലയിൽ ചെയ്തു വന്നാൽ സാധാരണ നാം ചെയ്യാറുള്ളത് ആ കുട്ടിയെ ക്ലാസ്സിന് പുറത്താക്കുകയോ അല്ലെങ്കിൽ രക്ഷിതാവിനെ വിളിച്ച് പെട്ടെന്ന് തന്നെ അത് മുറിച്ചാൽ മാത്രമേ ക്ലാസ്സിൽ കയറ്റുകയുള്ളൂ എന്ന ഒരു വാശി പലപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ടാവും. അങ്ങനെ പലപ്പോഴും പല സമയങ്ങളിൽ നമ്മുടെ മദ്രസയിൽ അങ്ങനെ ഉണ്ടായപ്പോഴും ഉസ്താദ്, സദർ ഉസ്താദായാലും മറ്റു ഉസ്താദന്മാരായാലും കുട്ടിയെ തിരിച്ചയക്കുകയും അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ ഇടയിൽ പലപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ക്ലാസ്സിൽ ചേർന്നത് മുതൽ പലപ്പോഴും പല ക്ലാസ്സിലും പലരും പല അനുഭവങ്ങളും പങ്കുവച്ചതുകൊണ്ട് ഈ ക്ലാസ്സിൽ ചേർന്നത് സദൃശനോട് ഈ വിഷയം പലപ്പോഴും സംസാരിച്ചു. ഇത് നമ്മൾ ചെയ്യുന്നത് വിഡ്ഢിത്തമാണ്, ചെയ്യാൻ പാടില്ല. അപ്പൊ എന്നോട് ചോദിച്ചിരുന്നു, ഒരു ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയെല്ലാം പറയുന്നത് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അൽഹംദുലില്ലാഹ് അങ്ങനെ പലപ്പോഴും പറയാൻ സാധിച്ചത് കൊണ്ട് ഒരു കുട്ടി അങ്ങനെ വന്ന സമയത്ത് ആ കുട്ടിയെ ഉപദേശിക്കുകയും സാധാരണ ചെയ്യുന്നതിന് വിപരീതമായി ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാതെ ക്ലാസ്സിലിരുത്തി നിർദ്ദേശം നൽകിയപ്പോൾ ആ കുട്ടിക്ക് ഒരു മാറ്റം സംഭവിക്കുകയാണ് ഉണ്ടായത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തന്നെ, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ, കുടുംബത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ കോഴ്സിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ കുട്ടികളിലും അത് മദ്രസ വിദ്യാർത്ഥികളിലും മറ്റും നമുക്ക് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ബാസ് ഉസ്താദിനെ ഈ സമയത്ത് വലിയ സന്തോഷം അറിയിക്കുന്ന മഹാനായ അബ്ബാസ് ഉസ്താദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. അധ്യാപന ജീവിതത്തിൽ 5-6 വർഷങ്ങൾക്ക് ശേഷം മനസ്സിൽ തിരിഞ്ഞൊരു കാര്യമായിരുന്നു, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അധ്യാപന ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്ന് കുട്ടികളെ അത് മാറ്റങ്ങൾ പ്രതിഫലിപ്പിച്ച് വ്യക്തമായ രൂപത്തിൽ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യസിക്കുന്ന രൂപത്തിലായിരിക്കണം എൻ്റെ അധ്യാപനം എന്നൊരു ചിന്ത മനസ്സിൽ വെച്ചപ്പോഴാണ് ലൈഫ് ഗൈഡിനെ കുറിച്ച് അറിയുകയും സന്ദേശം കാണുകയും ചെയ്യുകയും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിന് വേണ്ടി മുതിരുകയും ചെയ്തു. അങ്ങനെ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ലൈഫ് ഗൈഡ് ഗ്ലോബൽ അക്കാദമിയിലെത്തി ഓൺലൈനായി പഠിക്കാൻ അവസരം ലഭിക്കുകയും അൽഹംദുലില്ലാഹ് ഇന്ന് ഓരോ ദിവസങ്ങളിലും ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അധ്യാപനത്തിന് വേണ്ടി പ്രവേശിക്കുമ്പോൾ കുട്ടികളിലും ആനന്ദമാണ്, ഉസ്താദിലും ആനന്ദമാണ്. ഈ രൂപത്തിലേക്ക് എന്നെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ ചാരിതാർത്ഥ്യത്തോടെ ഞാൻ നോക്കുകയാണ്. എല്ലാവിധ നന്മകളും ഉസ്താദിനും കൂടെയുള്ള കൂട്ടുകാർക്കും നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
10 മാസക്കാലത്തോളമായി ഈ ഒരു കോഴ്സ്. പ്രധാനമായും ഒന്ന് ഉസ്താദിൻ്റെ ആ ഒരു സ്വഭാവ മഹിമ. ഉസ്താദ് എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അത് വിദ്യാർത്ഥികൾക്ക് ഇത് പകർന്നു കൊടുക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത ഒരു പ്രകൃതം, അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. കാരണം മറ്റുള്ളവരിൽ നിന്ന് നാം മനസ്സിലാക്കുമ്പോൾ കുറച്ചായിട്ട് പറഞ്ഞുതരും, ബാക്കിൽ ഒരു അഹങ്കാരത്തിൻ്റെ സ്വഭാവം വരെ വരാൻ സാധ്യത. ആ ഒരു കണിക പോലും ഇല്ലാതെ നമ്മളെ കൊണ്ട് ആ ഒരു എന്തൊക്കെ കഴിയും അതൊക്കെ നമ്മളെ ആക്കി തീർക്കാൻ അത്രയും കഷ്ടപ്പെട്ടു അധ്വാനിച്ചു. പ്രത്യേകം ആ ഒരു ഏറ്റവും വലിയൊരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് ഉസ്താദ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇതാണ് പ്രത്യേകമായി എനിക്ക് പറയാനുള്ളത്. അവസാനം കുട നിർമ്മാണം വരെ നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദിന് നന്ദി അറിയിക്കുന്നു. അതോടുകൂടെ നന്ദി അറിയിക്കുന്ന പ്രത്യേക ആളാണ് നമ്മളെ യാസർ ഉസ്താദ്. പിന്നെ യാസർ ഉസ്താദിനും അസ്സലാമു അലൈക്കും. ഗേറ്റിന്റെ ഈ കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് മുതൽ തന്നെ ജീവിതത്തിലേക്കുള്ള ഒരു കവാടം തുറന്നു തരുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ അനുഭവങ്ങൾ. ചുരുങ്ങിയ വാക്കുകളിലായതുകൊണ്ട് ആ പേരിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ കോഴ്സുകൾ അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളത്. ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ലോകത്തിന്റെ റിഫ്ലക്ഷനാണ് പുറത്തെ ലോകമെന്ന് അനുഭവത്തിലൂടെ പഠിക്കാൻ വേണ്ടി ഈ കോഴ്സിലൂടെ സാധിച്ചു എന്നുള്ളത്. മുൻപ് ഞാൻ DMLD കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പഠന പിന്നോക്കാവസ്ഥയിലെ വിദ്യാർത്ഥികളെ എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് വളരെ കൂലങ്കഷമായി ചിന്തിച്ചപ്പോൾ പല ആളുകളുടെ അടുത്തേക്കും ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുകയും, പക്ഷെ ഇതിന്റെ യഥാർത്ഥ വിഷയങ്ങളെ കൃത്യമായി അനാവരണം ചെയ്യേണ്ടത് അബ്ബാസ് നിസാമി ഉസ്താദാണ് എന്നെനിക്ക് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പല ആളുകളും, ഉസ്താദിന്റെ കൂടെ പഠിച്ച ആളുകളും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഉസ്താദ് തന്നെ 2000 രൂപ ആദ്യത്തെ ഫീസ് ഗഡു അടച്ചിട്ട് ഉസ്താദാണ് ഈ കോഴ്സിൽ ചേരണമെന്ന് എന്നോട് അറിയിച്ചത്. ആ ഒരു വലിയ സന്തോഷം കൊണ്ടാണ് ഈ കോഴ്സ് പൂർത്തിയാക്കിയതും ഉസ്താദിന്റെ കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടായതുകൊണ്ട് അബ്ബാസ് ഉസ്താദിന്റെ കൂടെ അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റി, അസസ്മെന്റുകൾ ചെയ്യാൻ പറ്റി. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ഞാൻ പഠനം കഴിഞ്ഞ് മദ്രസയിൽ പ്രവേശിച്ച ഉടനെ എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഉസ്താദുമാരിൽ നിന്നുള്ള ആ അറിവ് എങ്ങനെയെങ്കിലും എല്ലാ കുട്ടികളെയും പഠിപ്പിക്കണം. അതായത് ഒരു കുട്ടി പോലും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നമ്മളെ ക്ലാസ് എടുത്ത കാരണം ആ കുട്ടിക്ക് പഠിഞ്ഞില്ല എന്നുള്ള ഒരു പരാതി വരാൻ ഒരു കാര്യം വരാൻ പാടില്ല. ഒരു കുട്ടി പോലും ബാക്ക്വേർഡ് ആകാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധിത ബുദ്ധി എനിക്ക് ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്തുണ്ടായിരുന്നു. കാരണം നമ്മുടെ മുന്നിൽ വന്നിരുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ആ കുട്ടിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ പോരായ്മയാണ് എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വലിയ പ്രതീക്ഷയിൽ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കണമെന്നുള്ള ആ ഒരു ദൃഢനിശ്ചയതയോട് കൂടെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്നുള്ളൊരു ബോധ്യം 2 ദിവസത്തെ ക്ലാസ്സോട് കൂടെ നമുക്ക് ബോധ്യമായിരിക്കും. കാരണം കുട്ടികൾ സ്വാഭാവികമായിട്ടും പല ചിന്താഗതിയുള്ളവരാണ്. നമ്മൾ പറയുന്ന സമയത്ത് ചില കുട്ടികൾ കളിക്കും, ചില കുട്ടികൾ സ്വാഭാവികമായും നമ്മൾ ട്രെയിനിങ് ഫസ്റ്റ് ഈ ബിരുദെടുത്ത ഉടനെ നമുക്ക് ഈ TTCന്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്ന ഒരു കുട്ടിയെ പോലും വടിയെടുത്ത് പഠിപ്പിക്കാൻ നമ്മൾ പാടില്ല. വടി എടുക്കാതെ തന്നെ നമ്മൾ പഠിപ്പിക്കാൻ. അപ്പോൾ ഈ ഒരു ആശയമൊക്കെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിലും ഈ ക്ലാസ് നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വടി നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളത് ഫസ്റ്റ് ഒരാഴ്ചയോട് കൂടെ പോയി കൂട്ടി. പിന്നെ അങ്ങോട്ട് വടിയായിരുന്നു. അങ്ങനെ വടിയെടുത്ത് പഠിപ്പിച്ചു. അങ്ങനെ
കുട്ടികൾ എന്നിട്ടും പഠിക്കുന്നില്ല. അപ്പോൾ വടി അല്ല, വടി കൊണ്ടല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്. പ്രശ്നം നമ്മുടേതാണ് എന്നുള്ളൊരു ബോധ്യം എനിക്ക് ഉണ്ടാവുകയും ഇതെങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഒരു ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട്, ഒരു മുദരിസുമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെ മുദരിസാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ള കുട്ടികൾ, പഠന പിന്നോക്കാവസ്ഥയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയ കോഴ്സ് ഉണ്ട്, നമ്മളൊന്ന് ചേർന്ന് നോക്കി. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട കാര്യം ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ് എന്ന് പറയുന്ന വലിയ ഒരു കാര്യവും, അതുപോലെ തന്നെ മെഡിറ്റേഷൻ മുമ്പ് നന്നായിട്ട് ആഴത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും ചെയ്യാൻ തുടങ്ങിയത് ഉസ്താദിന്റെ ക്ലാസ്സിന് ശേഷമാണ്. ചെയ്യൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക, പ്രത്യേകമായിട്ടുള്ള വ്യായാമങ്ങൾ, ശരീരത്തിന്റെ ഓരോ ഓർഗൻസിനും ഉപകാരപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള എക്സസൈസുകൾ നമുക്ക് ഉസ്താദ് പഠിപ്പിച്ചു തന്നു. അതൊക്കെ നന്നായിട്ട് ചെയ്യണം. അതിന്റെ ഭാഗമായിട്ട് തന്നെ എക്സസൈസിന് മടി വരുന്നതാണപ്പോൾ ഇപ്പോൾ പൈസ കൊടുത്തിട്ട് എക്സസൈസിന് പോകുന്ന ഒരവസ്ഥയിലേക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റിയത് ഉസ്താദാണ്. എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.